നായകനും നായികയും കൂടി ഒളിച്ചോടി കല്യാണം കഴിക്കാൻ പോവുക. പോണ വഴിക്ക് അവരെ പോലീസ് പിടിക്കും. അവരെ നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അവരുടെ രണ്ടുപേരുടെയും പേരൻസിനെ അങ്ങോട്ട് വിളിപ്പിക്കും. അവന്റെ ഫാമിലിക്ക് കല്യാണത്തിന് ഓക്കെയാണ്, പെണ്ണിന്റെ വീട്ടുകാർക്ക് അത്ര ഓക്കെ അല്ല. പെണ്ണിന്റെ വെച്ച് അവിടെ വെച്ച് ഒരു കണ്ടീഷൻ വെക്കും. 2 മാസത്തിനുള്ളിൽ ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയാൽ മാത്രമേ അവളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുള്ളൂ. അവനാകെ ടെൻഷനാവും. 2 മാസത്തിനുള്ളിൽ എങ്ങനെ ഗവൺമെന്റ് ജോലി കിട്ടാനാ? അവൻ അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അവന്റെ പെങ്ങൾ വന്നിട്ട് അവനെ ഹെൽപ്പ് ചെയ്യാന്ന് പറയും. അങ്ങനെ അവൾ അവളുടെ ഒരു ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി കൊടുക്കും. ആ ഫ്രണ്ട് യവനെയും കൊണ്ട് ഭഗവാൻ എന്നൊരാളെ കാണാൻ പോകും. അയാൾ പറയും 6 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ജോബ് സെറ്റാക്കി തരാമെന്ന്. അങ്ങനെ അവൻ അവളുടെ സ്വർണ്ണമൊക്കെ പണയം വെച്ച് ഒരു 2 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കും. കുറച്ച് ദിവസം കഴിയുമ്പം ഈ ഭഗവാനെ കാണാനില്ല. അവൻ ആകെ ടെൻഷനാവും. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടി പറയും, ഇനി ഒരു വഴിയേ ഉള്ളൂ, നീ ദൈവത്തോട് പോയി പ്രാർത്ഥിക്കുക, അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ലെന്ന്. അങ്ങനെ അവൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും. ഈ ജോബ് കിട്ടി കല്യാണം കഴിയുവാണെങ്കിൽ ഞാനൊരു നല്ല കാര്യം ചെയ്തേക്കാന്ന്. പിറ്റേന്ന് തന്നെ ഈ ഭഗവാൻ അവനെ വിളിച്ചിട്ട് പറയും, ഗവൺമെന്റ് ജോലി സെറ്റാക്കിയിട്ടുണ്ട്, അത് ശരിയാക്കാൻ വേണ്ടി ലക്നൗ വരെ പോയിരുന്നതാണ് പുള്ളിയെന്ന്. അങ്ങനെ അവൻ ഫുൾ ഹാപ്പിയായി അവളുടെ വീട്ടിൽ പോയി കല്യാണമൊക്കെ ഉറപ്പിക്കും. ആ മാസം 30-ാം തീയതിയാണ് കല്യാണം. പക്ഷേ ഇനിയാണ് ട്വിസ്റ്റ്. കല്യാണത്തിൽ നിന്ന് ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അവ ഉറങ്ങാൻ കിടക്കും. എന്നിട്ട് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ വീണ്ടും ആ കല്യാണത്തലേന്ന് തന്നെയാണ്. അവൻ ആകെ കൺഫ്യൂഷനായി എല്ലാവരോടും കാര്യം പറയും. പക്ഷെ അവരെല്ലാവരും പറയും അവന് ടെൻഷൻ ആയതുകൊണ്ട് തോന്നുകയാണെന്ന്. അപ്പോൾ അവനും വിചാരിക്കും ടെൻഷൻ കൊണ്ടായിരിക്കുമെന്ന്. അന്ന് രാത്രിയും അവൻ കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ വീണ്ടും സെയിം ഡേ, അതായത് 29-ാം തീയതി. അവനാകെ വട്ട് പിടിക്കും. അവൻ എല്ലാവരോടും പോയി കാര്യം പറയും. പക്ഷെ ആരും വിശ്വസിക്കത്തില്ല. ലാസ്റ്റ് അവൻ്റെ ഫ്രണ്ട്സിനെ പറഞ്ഞ് അവൻ കൺവിൻസ് ആക്കും. എന്നാലും അവൻ ഈ ലൂപ്പിൽ കിടക്കുന്നതിൻ്റെ റീസൺ മനസ്സിലാവൂല. അപ്പോഴാണ് അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ച കാര്യം ഓർക്കുന്നത്. ജോലി കിട്ടിയ ഒരു നല്ല കാര്യം ചെയ്യാമെന്ന്. എന്നാൽ അവൻ ജോലി കിട്ടിയിട്ട് ഒന്നും ചെയ്തിട്ടുമില്ല. അവൻ പോയി ഓരോ നല്ല കാര്യങ്ങൾ ചെയ്ത് ലൂപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കും. അവൻ പോയി ഓരോ ദിവസവും ഓരോ നല്ല കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ലൂപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. വീണ്ടും അവൻ എണീക്കുന്ന അതേ ദിവസം തന്നെയാണ്. ലാസ്റ്റ് അവൻ മടുത്തിട്ട് സൂയിസൈഡ് ചെയ്യാൻ നോക്കും. അപ്പോൾ അവിടെ വേറൊരുത്തം വന്ന് സൂയിസൈഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇവൻ അവനെ രക്ഷിച്ചിട്ട് കാര്യം തിരക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അവന് ശരിക്കും എക്സാം എഴുതി കിട്ടിയ ജോബ് ലിസ്റ്റ് തിരുത്തിയാണ് നായകനിപ്പം കിട്ടിയിരിക്കുന്നതെന്ന്. അത് കേട്ടിട്ട് അവനെ ആകെ സീനാവും. അവന് കുറ്റബോധം വന്നിട്ട് അവൻ ഈ ജോബ് വേണ്ടാന്ന് വെക്കും. അവൻ ആ നല്ല കാര്യം ചെയ്തുകൊണ്ട് തന്നെ അന്ന് രാത്രി കിടന്നുറങ്ങിയിട്ട് എണീക്കുമ്പോൾ ആ ലൂപ്പ് ബ്രേക്ക് ആവും. അന്ന് അവൻ എണീക്കുന്നത് അവൻ്റെ കല്യാണ ദിവസമാണ്. ജോബ് പോയ കാര്യം ആലോചിച്ച് അവൻ ആകെ ഡൗൺ ആവും. ലാസ്റ്റ് അവൻ കല്യാണത്തിന് തൊട്ട് മുമ്പ് എല്ലാവരോടും പറയും അവൻ്റെ ജോലി പോയ കാര്യം. അവരെല്ലാവരും കൂടി അവനെ കുറ്റക്കാരനാക്കും. അവൻ അവളോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഈ ജോബ് വിട്ടിട്ട് വന്നതെന്നും കല്യാണത്തിന് അവന് ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളും അവനെ കുറ്റപ്പെടുത്തും. അപ്പോൾ ജോബ് മേടിച്ചു കൊടുത്ത ആ ഭഗവാൻ അങ്ങോട്ട് വരും. അയാൾ നടന്ന കാര്യങ്ങളെല്ലാം അവരോട് പറയും. ഒരാളുടെ ജീവനേക്കാൾ വലുതല്ല സ്വന്തം സന്തോഷമെന്ന് അവൻ ചിന്തിച്ചതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയെന്ന് അയാൾ പറയും. അങ്ങനെ അവൻ്റെ സിൻസിയറിറ്റിയും ജെനുവിനിറ്റിയും കണ്ടിട്ട് അവളുടെ അച്ഛൻ അവളെ കല്യാണം കഴിച്ചു കൊടുക്കും. ആൻഡ് ദാറ്റ്സ് അൺ ഹാപ്പി എൻഡിങ്. ഈ സിനിമയുടെ പേരാണ് ഫൂൾ ചുക് മാഫ്.